നിന്ന് കർണാടകം പോലെ അത്രയും ഹിന്ദുവൽക്കരിക്കപ്പെട്ട ആ ഉത്തരേന്ത്യ ഉത്തരായനവുമായിട്ട് അടുത്ത് കിടക്കുന്ന വിദ്യാസാത്മരയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കർണാടകം പോലും അതിൽ നിന്ന് പിൻവാങ്ങി. കാരണം അത്ര ഭീകരമാണ്. കർണാടകത്തിന് പോലും ഒപ്പിട്ട കരാറിൽ നിന്ന് ഈ ഫണ്ടിങ് ഭീഷണികളൊക്കെ അതിജീവിച്ചുകൊണ്ട് അവർ പിൻവാങ്ങി. തമിഴ്നാടടക്കം ഇപ്പോഴും ഒപ്പിടാതെ പിടിച്ചു നിൽക്കുന്ന, അതിനെതിരെ ചെറുത്ത് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ നയത്തെയാണ് NEP ആണ് കേരളത്തിൽ 2020 അതിനു മുമ്പ് തന്നെ ഇവിടെ തുടക്കം കുറിച്ചത്. NEP ഈ EWS പോലെ തന്നെയാണ്. 58 EMS ഇറക്കി കൊടുത്തു സാമ്പത്തികവാദം. ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ RSSന്റെ EMSലൂടെയാണ്, ഒന്നാം ഭരണ പരിഷ്കാര കമ്മീഷനിലെ ഗുമസ്ത കുറിപ്പുകളിലൂടെയാണ് നമ്പൂരിപ്പാട് ഇറക്കിവിട്ട് അടുത്ത ദിവസം ഏറ്റെടുത്തത് NSSന്റെ നേതാവായിട്ടുള്ള മന്നമാണ് 40 ഇവിടെ സവർക്കറെ തമിഴകത്ത് പോയി ചെങ്കോട്ടയിൽ കോട്ടവാസലിൽ പോയി ആദരിച്ചു, മാലയിട്ട് പാദപൂജ ചെയ്ത് കാലു കഴുകി കേരളത്തിൽ ചങ്ങനാശ്ശേരിയിൽ കൊണ്ടുവന്ന് 10ാം നായർ മഹാസമ്മേളനത്തിൽ അധ്യക്ഷനാക്കി ആദരിച്ചത് മന്നമാണ്. 40 സവർക്കറെ 1950കളിൽ ഗുരുജി ഗോൾവൽക്കർ എന്ന് പറയുന്ന അതിലും കൊടിയ ഭീകരമായിട്ടുള്ള ചിത്തപവന ബ്രാഹ്മണ വിഷത്തെ ഇവിടെ കൊണ്ട് സ്ഥാപിച്ച് കൊച്ചിയിൽ കൊണ്ടുവന്ന് മാലയിട്ടിട്ട് TDM ഹാളിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ മാലയിട്ട് പറഞ്ഞു, രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ് ഹിന്ദുക്കളുടെ, കേരളത്തിലെ ഹിന്ദുക്കളുടെ ഒരേ ഒരു ആശാകേന്ദ്രം, ഇനി ഒരേ ഒരു ആശാകേന്ദ്രം മാത്രമേ ഉള്ളൂ, അത് രാഷ്ട്രീയ സ്വയം. ഗുരുജി മന്നം ചാകാൻ കിടന്ന സമയത്തും ഗുരുജി വന്ന് കാണുക. അപ്പൊ അത്രയും ശക്തമായിരുന്നു. ഞാൻ പറയുന്ന സവർക്കർ മുതൽ ഗോൾവൽക്കർ മുതൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം, ഇത് NSSന്റെ തുടക്കം മുതൽ. കാരണം 25ലാണ് ഇതിന്റെ തുടക്കം. NSS അതിനു മുമ്പ് തിരുവിതാംകൂർ ഭൃത്യജന സമാജമായിരുന്നു. കാരണം നായർ എന്ന സമുദായ നാമം ഔദ്യോഗികമായി ഉപയോഗിക്കാൻ ഭരണകൂടം, തിരുവിതാംകൂർ രാജാപ്പാർട്ടുകൾ ഭരണകൂടം അനുമതി കൊടുത്ത 26 മാത്രമാണ്. RSS വന്നതിന് ശേഷമാണ്. അപ്പൊ അന്ന് മുതൽ ആ ബാന്ധവം നടക്കുന്നുണ്ട്. ഇളംകുളം പറഞ്ഞതുപോലെ മരുമക്കത്തായത്തിന്റെ ആ സംബന്ധാദി ചിത്തപവന ബ്രാഹ്മണരുമായി വന്നുകൊണ്ട് പിന്നെ ഭാർഗവ ക്ഷേത്രമാക്കുക കേരളത്തെ. അങ്ങനെ വന്ന് ആ എന്താണ് ആ ഭാർഗവ രാമചരിതത്തിന്റെ, കേരളത്തെ ഭാർഗവ ഭൂമി കൊടാരി രാമന്റെ സ്വന്തം ഭൂമിയാക്കി മാറ്റിയ ബോധേശ്വരന്റെ ആ കേരള ഗാനത്തെ തന്നെ ഔദ്യോഗിക ഗാനമാക്കുകയും ചെയ്തിരിക്കുക. അപ്പൊ ഈ രീതിയിൽ സമഗ്ര മേഖലയിലും സംസ്കാരത്തിന്റെയോ സിനിമയുടെയോ സാഹിത്യത്തിന്റെയോ വിദ്യാഭ്യാസത്തിന്റെയോ മാധ്യമ മേഖലയുടെയോ ഏത് മേഖല എടുത്താലും അവിടെയെല്ലാം 8% വരുന്ന ഈ അമിതാധികാര പ്രവർത്തകർ അവരിതിനെയെല്ലാം കുത്തക കോളനിയാക്കി അട്ടിപ്പേറാക്കി വെച്ച് കോളനീകരിച്ചിരിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഇതിനെയും കൂടി നാം അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഇത്ര ശുഷ്കാന്തിയോടുകൂടി, ഇത്ര അമിതാക്രാന്തത്തോടുകൂടി കേരളം എന്തുകൊണ്ട് നടപ്പാക്കുന്നു എന്ന കാര്യം നോക്കേണ്ടതുണ്ട്. EWSന്റെ കാര്യത്തിൽ കാണിച്ച അമിത ശുഷ്കാന്തി എന്നിട്ടാണല്ലോ സാമൂഹ്യ മാധ്യമത്തിലൂടെ വെല്ലുവിളിക്കുകയാണ് അമിത്ഷായെയും മോദിയെയും. ഞങ്ങളിതാ കേരളത്തിൽ ഇത് നടപ്പാക്കി കാണിച്ചിരിക്കുന്നു. 2018 നവംബറിൽ തന്നെ ശൂദ്രലഹളയുടെ സന്ദർഭത്തിൽ തന്നെ ഏതാനും ദിവസം കൊണ്ട് ഓർഡിനൻസ് പാസ്സാക്കിയെടുത്തു. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് UDN ഭരണകൂടത്തെ വെല്ലുവിളിച്ചു. അത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിട്ട് പുഷ്പം പോലെ അവരും നടപ്പാക്കിയെടുക്കുകയാണ്. അപ്പൊ ഈ അട്ടിമറി 58ൽ EMSന്റെ ബുദ്ധിയിൽ വിരിഞ്ഞ RSSന്റെ ഈ വലിയ ഇന്ത്യയെ ഇല്ലാതാക്കുന്ന പരിപാടി അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. RSSന്റെ 100ാം വാർഷികവും സമാഗതമായിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലെങ്കിലും നമ്മുടെ ബഹുജനങ്ങൾ ഈ ഭീകരമായ ജനായത്ത ധ്വംസനത്തിനെതിരെ, പ്രാതിനിധ്യ അട്ടിമറിക്കെതിരെ, സാംസ്കാരിക വിദ്യാഭ്യാസ അപജയത്തിനെതിരെ അല്ലെങ്കിൽ പിന്നോട്ടടികൾക്കെതിരെ ഉണർന്നെണീറ്റ് പ്രവർത്തിച്ചില്ലെങ്കിൽ സമയം അതിക്രമിച്ചു പോകും എന്ന് മാത്രം ഒരു എളിയ അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം.